വീട്ടിലേവരും കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്നുണ്ടെന്ന വൃത്താന്തം മാത്രമേ കേൾക്കാനായുള്ളൂ ഇതുവരെ. ആ രൂപം എങ്ങനെയായിരിക്കും ഇപ്പോഴെന്നറിഞ്ഞു വരണം. വാശി പിടിച്ച് കരയാറുണ്ടോ എന്ന് ചോദിക്കണം. ഒപ്പം അരികത്ത് കിടത്തിയാണോ അതോ തൊട്ടിലിൽ കിടത്തിയാണോ യശോദാദേവി ഉറക്കുന്നതെന്ന് ചോദിക്കണം. അമ്മിഞ്ഞപ്പാൽ മണമുള്ള ആ ചെഞ്ചൊണ്ടി വായയിൽ പല്ലു മുളയ്ക്കാറായോ എന്ന് ചോദിക്കണം. നന്ദഗോപർ, വാസുദേവർ, ആരും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, അതിന് വഴിയുണ്ടാവില്ല. ഒപ്പം വന്ന വലിയ വില്ലുവണ്ടികളെല്ലാം അമ്പാടിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഭടന്മാരുടെ കണ്ണ് ആ വഴിക്കേ നീങ്ങൂ. പിന്നെ സന്ദർശനത്തിന് അങ്ങ് തിരഞ്ഞെടുത്ത സ്ഥലം, അതും നന്ന്. വേദജ്ഞാനികൾ താമസിച്ചിരുന്ന അഗ്രഹാരത്തിൻ്റെ തിരിശേഷിപ്പ്, പഴയ യജ്ഞശാല, ജ്ഞാനികളുടെ നാവുതിർക്കുന്ന സൂക്തങ്ങൾ ഇനിയും കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന കൽമണ്ഡപം. ആരും വരില്ല സഖേ ഇവിടെ. അല്ലെങ്കിലും നാം എന്തിനു ഭയക്കണം? ഇതുപോലെ കപ്പൻ നൽകാൻ വരുമ്പോൾ കാണുക പതിവുമല്ലേ. നീതിമാനായ അരച്ചൻ വാഴുന്ന മധുരയല്ല. പോരാത്തതിന് നമ്മുടെ അഷ്ടമസന്താനം പിറന്നതോടെ മധുരാദേശത്തെ കുഞ്ഞുങ്ങളെല്ലാം വധിക്കാൻ ഉത്തരവുമിട്ടിരിക്കുന്നു. മധ്യവയസ്സിൽ മാധുര്യമേറെ വിതറി അങ്ങേക്കൊരു ആത്മജനുണ്ടായിരിക്കുന്ന കാലം. പരസ്യമായി നാം അക്കാര്യങ്ങളെപ്പറ്റിയെല്ലാം സംസാരിക്കുന്നത്. അങ്ങ് പറഞ്ഞത് നേരാണ്. നമ്മുടെ പുത്രനെക്കുറിച്ച് അങ്ങ് ഇത്രയും ഉത്കണ്ഠാകുലനായിരിക്കുന്നുവെന്നറിഞ്ഞതിൽ നമുക്ക് തോന്നുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. നാം കരുതിയത് അങ്ങ് നമ്മോട് ആദ്യം ചോദിക്കുക രോഹിണി ദേവിയെക്കുറിച്ചായിരിക്കുമെന്നാണ്. ശ്രേഷ്ഠമിത്രമേ, കംസഭീതിയാൽ പരദേശങ്ങളിൽ അഭയം തേടേണ്ടി വന്ന കളത്രങ്ങൾ 6 പേരിലും ഏറ്റവും സന്തോഷത്തോടെ വാഴുന്നത് രോഹിണി ദേവിയാണെന്നറിയാം. കാരണം ദേവിക്ക് അഭയസ്ഥാനമായത് അമ്പാടിയാണ്, ആര്യ നന്ദഗോപരുടെ പവിത്ര ഗോകുലം. അമ്പാടി പവിത്രമായി തുടങ്ങുന്നത് രോഹിണി ദേവി അവിടെ പദമൂന്നി തുടങ്ങിയത് മുതലാണ്. പൈക്കിടാങ്ങളുടെ കുളമ്പടികൾക്കൊപ്പം ഒരു ഓമന പൈതലിൻ്റെ പദതളിർമുദ്രകൾ അമ്പാടിയിൽ പതിയാനുള്ള ഭാഗ്യവും കൊണ്ടുവന്ന ഐശ്വര്യദൂതികയായിരുന്നു രോഹിണി ദേവി. ഇത് കേൾക്കാനായത് നമ്മുടെ സുഹൃതം. പൈതങ്ങൾ 8 പേർക്ക് ജന്മം നൽകിയിട്ടും ഒരു കുഞ്ഞിക്കാരടി പോലും നിലത്ത് പതിയാത്ത വലിയ മന്ദിരമൊന്നിൻ്റെ ഗൃഹനാഥനാണ് സഖി ഈയുള്ളവൻ. അരുത്, സന്താനങ്ങളെ ചൊല്ലിയുടെ ദുഃഖം ഊതി കത്തിക്കരുതങ്ങ്. ആശ്വസിക്കാൻ അമ്പാടിയിലും വളരുന്നുണ്ടല്ലോ അങ്ങയുടെ ഒരു ഉണ്ണി, രോഹിണി പുത്രൻ. നന്ദഗോപർ, നാം പറഞ്ഞില്ലേ, നമ്മുടെ പത്നിയെക്കുറിച്ചും പുത്രനെക്കുറിച്ചും നമുക്ക് ആശങ്കകളില്ല. ഉള്ളത് അങ്ങയുടെ നവജാത ശിശുവിനെക്കുറിച്ച് മാത്രം. വേറൊന്നുമല്ല, നവജാത ശിശുവാൽ അങ്ങിപ്പോൾ അനുഗ്രഹീതൻ. കംസമഹാരാജാവാകട്ടെ ശിശുവധങ്ങളിൽ വ്യഗ്രതയാർന്നുമിരിക്കുന്നു. പോരാത്തതിന് ദുരമൂത്ത രാജാവിന് ധനികനായ അങ്ങയെ ഉപദ്രവിക്കാനുള്ള താല്പര്യവുമുണ്ടാകും. ആകെ കൂടി അമ്പാടിയിൽ എന്തൊക്കെയോ ഒരു അശുഭശങ്ക, ഏതോ ദുർലക്ഷണങ്ങൾ. അങ്ങ് എത്രയും വേഗം അമ്പാടിയിലേക്ക് യാത്ര തിരിച്ചാലും. വസുദേവർ, എന്നാൽ നാം പുറപ്പെടുകയായി. പിന്നൊരു കാര്യം, വിരോധമില്ലെങ്കിൽ ഗജരാജമന്ദിരത്തോളം നമ്മോടൊപ്പം വരാം വസുദേവർ. അമ്പാടിയിലെ വിശേഷങ്ങൾ അങ്ങയോട് ഏറെ പറയാനുണ്ട്. യാത്രയിൽ അതുമാകാം.